എന്താ എടുത്തത്? ആരാ സാരി കൊടുത്തത്? മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് ഒരു ഫിനിഷിംഗ് ടച്ച് ആവാം. എല്ലാരും എന്നോട് ചോദിക്കുക, എന്താ ഗോപു നീ ഉണ്ടായിട്ടൊന്നും ശ്രദ്ധിച്ചില്ലേന്ന്. വാ, ഞാൻ ശരിയാക്കി തരാം. ഇത് തറവാട്ടിലെ മുൻ കാരണവരാ, റാവ് ബഹദൂർ രാജശേഖരൻ നായർ. തൊട്ടു വണങ്ങ. ഇനി രണ്ടാളും ഇപ്പോഴത്തെ കാരണവരെ തൊട്ട് വണങ്ങ. അതാ അവിടുത്തെ ചിട്ട. ശത്രുഘ്നൻ പിള്ള ഈ തറവാട്ടിൽ ഒരു അംഗമാകാൻ പോവല്ലേ? കേട്ടറിഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ സമ്പ്രദായങ്ങള്. തറവാട്ടിൽ ഇന്നും മരുമക്കത്തായം തന്നെ തുടരുന്നു. കുടുംബാംഗങ്ങളുടെ പരസ്പര സ്നേഹവും വിശ്വാസവും ഐക്യവും ഒക്കെ ചേർന്ന് ഇഴപിരിക്കാനാകാത്തൊരു അടിത്തറയാണ് ഈ കുടുംബത്തിനുള്ളത്. ഇനി മുതൽ ശത്രുഘ്നൻ പിള്ളയും ഇവിടത്തെ ശക്തമായൊരു കണ്ണിയാവണം. ഒക്കെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മനസ്സിലാക്കുന്നു. അങ്ങയുടെ ശത്രുഘ്നൻ പിള്ളേ എന്നുള്ള വിളി കേൾക്കുമ്പോ വല്ലാത്തൊരകൽച്ച. ഇനി മുതൽ അവിടുന്ന് എന്നെ സ്നേഹത്തോടെ ശത്രുന്ന് വിളിച്ചാ മതി. സ്നേഹത്തോടെ എങ്ങനെയാ ശത്രു എന്ന് വിളിക്കുക? അതെ, കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഒരു പടം എടുക്കണം. വല്യമാമ അങ്ങോട്ട് ഇരിക്കുക. ആ അംഗങ്ങളൊക്കെ അങ്ങോട്ട് നിരന്ന് നിൽക്കാം. കല്യാണിക്കുട്ടിയുടെ തിക്കും തിരക്കിനും ഇടയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാറിപ്പോണ്ട. ഒരു 5 സെൻസ് ഇവിടെ അമ്മൂട്ടിയും ഭർത്താവും എത്തിയില്ലല്ലോ. നാം അങ്ങോട്ട് പുളിയിഞ്ചി കാച്ചിന്റെ തിരക്കിലായിരുന്നു. ഫോട്ടോ പിടിക്കുമ്പോ ചട്ടുകം വേണോ തിരുമേനി? കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട്. മക്കളില്ലാത്ത തിരുമേനിക്ക് ചട്ടുകൊങ്കിലും ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് ഇരിക്കാം. അതിങ്ങോട്ട് കൊള്ളാം. അമ്മൂട്ടി നീ ഇത്തിരി. ശങ്കുണ്ണിയും കുട്ടനും എന്താ ഒഴിഞ്ഞു മാറി നിൽക്കണേ? ഞങ്ങള് തറവാട്ടംഗങ്ങളല്ലല്ലോ. ആണ്. എന്തിനാ അങ്ങനെ ചിന്തിക്കണേ? ഇങ്ങോട്ട് വന്ന് നിന്നോളൂ.